ഹിബ, ഞാൻ കുറച്ച് ഇംഗ്ലീഷ് വേർഡ്സ് കാണിച്ചു തരാം. ഓക്കെ. ഈ വേർഡ്സ് ഈ എൻ്റെതായ രീതിയിൽ ഒന്ന് പറയണം. എനിക്ക് അറിയുന്ന രീതി. ഓക്കെ. ഈ ഫസ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ, ലെജൻഡറി, ഡാറ്റ, കളേഴ്സ്, കുക്കുബർ, കമന്റ്. ഇതിപ്പോ ഈ എൻ്റെതായ ഒരു ഐഡിയ വെച്ച് പറഞ്ഞത്. ഈ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് ഈ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. കാരണം നമ്മൾ വിചാരിക്കണ മാതിരിയൊന്നല്ല. പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ തന്നെ പല കൺട്രീസിലും പല രീതിയിലാണ്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാൻ പറ്റും, UK ഉണ്ട്, US ഉണ്ട്, ഇന്ത്യൻ വേറെ തന്നെ ഉണ്ട്. അങ്ങനെ ഓരോ സ്റ്റേറ്റിൽ ഓരോ കൺട്രിയിലും ഓരോ തരത്തിലാണ് ഇംഗ്ലീഷ് യൂസ് ചെയ്യുക. അമേരിക്കൻ ഇംഗ്ലീഷ്, ബ്രിട്ടീഷ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് കുറച്ച് ഭയങ്കര ടഫാണ്. അവരെ ആക്സെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പാടാണ്. അതങ്ങനെ എല്ലാവരെ കൊണ്ടും പറയാൻ പറ്റുന്ന. ഇപ്പം ഹിന്ദിയിൽ ഒരു ഹീറോയിൻ ഉണ്ട്, അവരുടെ പേരും കിട്ടുന്നില്ല. ശ്രദ്ധ കപൂറിന്റെ ബ്രിട്ടീഷ് ആക്സെന്റ് നല്ലോണം കിട്ടും. അവര് സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ആ ഒരു രീതിയിലാണ് അവരുടെ ഒരു പ്രൊണൗൺസിയേഷൻ വരുന്നത്. അത് സെലിബ്രിറ്റീസ് തന്നെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധ കപൂറിന്റെ അതായത് ഒരു ബ്രിട്ടീഷ് ആലിയ ഭട്ട് ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ട്, അവൾക്ക് സംസാരിക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ബ്രിട്ടീഷ് ആക്സെന്റ് ആണ്. പക്ഷെ അത് ശ്രദ്ധ കപൂർ വളരെ ഈസി ആയിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് പറയുന്നുണ്ട്. സോ ഇപ്പൊ പറഞ്ഞ കുറച്ച് വേർഡ്സ്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ലെജൻഡറി, ഡാറ്റ, കളേഴ്സ്, കുക്കുംബർ, കമന്റ്. അപ്പൊ ഇതൊക്കെ ഇപ്പൊ ഇവ പറഞ്ഞതും ഇപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ എനിക്കും പറയാൻ അറിയുള്ളൂ. പക്ഷെ ഇതൊക്കെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അപ്പൊ ഇതിൻ്റെയൊക്കെ കറക്റ്റ് എന്താണ്, ഇതെങ്ങനെയാണ് പറയാ എന്നീ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. YOU ഇംഗ്ലീഷ്, YOU ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് ഇപ്പോൾ ഇതിൽ കമ്മ്യൂണിക്കേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു വേർഡ് ഇതിൽ ചൂസ് ചെയ്യാം. ഇതിലിപ്പോൾ ഒരു 6 വേർഡ് ഉണ്ട്. കളേഴ്സ് ചൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു വെബ്സൈറ്റ് പോയിട്ട് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ ഒരുപാട് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. UK കാണിക്കുന്നുണ്ട്, US കാണിക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കൺട്രീസിൻ്റെ പേര് അവർ തന്നെ കാണിക്കും. ആ ഒരു ജസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വീഡിയോ അടക്കം അവർ നമുക്ക് കാണിച്ചു തരും. അതെങ്ങനെ പ്രൊണൗൺസ് ചെയ്യണം, അതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണ്, അതെങ്ങനെയാണ് എക്സാമ്പിൾസ് വീഡിയോ. അതായത് നമ്മൾ എങ്ങനെ വേർഡ് ബൈ വേർഡ്, അതായത് വേർഡ് ബൈ വേർഡ് അല്ല, ലെറ്റർ ബൈ ലെറ്റർ നമ്മൾ എങ്ങനെ പ്രൊണൗൺസ് ചെയ്യണം എന്ന് അവർ കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരും. സോ നമുക്കൊരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഇപ്പം നമുക്ക് ചില ആളുകൾക്കുണ്ടല്ലോ, ഇതെങ്ങനെയാവും കറക്റ്റ് പറയാം, ആ ഒരു കൺഫ്യൂഷൻ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇത് ചെക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്ന വേർഡ്സ് എല്ലാം പക്കാണ്, പ്രോപ്പർ ആകണം എന്നൊരു തോട്ട് വരില്ലേ? പൊതുവെ ഇൻ്റർവ്യൂക്ക് പോകുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അല്ലേ? അവിടെ ഇരിക്കുന്ന ഇൻ്റർവ്യൂവേഴ്സിനെ നമ്മൾ കൂടുതലും ഇംപ്രസ് ചെയ്യും. നമുക്ക് ജോലിക്ക് ആക്സെന്റ് കുറച്ചും കൂടി നല്ലതാണെങ്കിൽ ഒരു കുറച്ചും കൂടി ഇംപ്രസ്ഡ് ആവും. സോ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഇൻ്റർവ്യൂവിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കോമൺ വേർഡ്സ് ഒക്കെ ഉണ്ടാവും. ലൈക്ക് ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ പറയില്ല ഐ എം കമ്മിങ് ഫ്രം, അല്ലെങ്കിൽ മൈ ഹോം ടൗൺ ഈസ് ആൻഡ് മൈ പാസ്റ്റ് വർക്ക് ഈസ് ആൻഡ് ഐ ഹവ് കംപ്ലീറ്റഡ് മൈ ഡിഗ്രി ഫ്രം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്താണ്? ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്തൊരു വേർഡിന് നമ്മൾ പറയുന്നത് ശുദ്ധ പൊട്ടത്തരമാകും അല്ലേ? ഇപ്പോൾ ഇതിൽ നമ്മളിപ്പം ലെജൻഡറി എന്ന് പറഞ്ഞു, പക്ഷെ ലെജൻഡറിക്ക് ശരിക്കും ലെജൻഡറി എന്നാണ് തന്നെയാണോ, അല്ലാന്നുണ്ടെങ്കിൽ ലെജൻഡറി അല്ലെങ്കിൽ ലിജൻഡറി അങ്ങനെ LE ആണ് വരുന്നത്. സോ അത് നമുക്ക് ലീന്ന് വായിക്കണോ, ലേന്ന് വായിക്കണോ, ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുക, ലീ അങ്ങനെ നീട്ടി വായിക്കണോ ഒന്നും നമുക്കറിയില്ല. സോ നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് കയറി നമുക്കൊന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും. സോ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനും KNMയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും അഡ്മിഷൻ എടുക്കാൻ